മകളെ, ജെറുസലേം പ്രെയർ ലൈനിലേക്ക് ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് വലിയ ഉത്സാഹത്തോടെ സ്നേഹത്തോടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായി ഓർക്കുകയാണ്. വലിയ നന്ദിയോടെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ സ്നേഹം വചനത്തിലൂടെ അനുഭവിക്കാൻ കാത്തിരിക്കുന്ന നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. മകളെ, നമ്മളെല്ലാവരോടും നന്ദിയുള്ളവരാകണം, പ്രത്യേകിച്ച് ദൈവത്തോട്. കാരണം എല്ലാം ദൈവം തന്നെയാണ് നമുക്ക് നൽകിയത്. നമ്മുടെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും ഏകാന്തതയിലും കഷ്ടതയിലും രോഗപീഠകളിലും ഒക്കെ സഹായത്തിനായി ഓടിയെത്തുന്ന ആരാണ്? നമ്മെ സ്നേഹിക്കുന്ന പിതാവായ ദൈവം. ഇതാ വചനം നമുക്ക് തരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. മകളെ, നമ്മുടെ മുന്നിൽ സകല വഴികളും അടഞ്ഞതുപോലെ തോന്നിയാലും സാഹചര്യങ്ങളെല്ലാം എതിരായി മാറുന്നതുപോലെ നമുക്ക് തോന്നുമ്പോഴും നമ്മുടെ അടുത്തേക്ക് ദൈവം നടന്നു വരികയാണ്, നമ്മെ അനുഗ്രഹിക്കാൻ, നമ്മെ ശക്തിപ്പെടുത്താൻ. ദൈവത്തിലേക്ക് മുഖം തിരിക്കുന്നവരും ദൈവത്തിൻ്റെ കരം പിടിക്കുന്നവരുടെ അടുത്തേക്ക് ദൈവമായ കർത്താവ് കടന്നു വരികയാണ്. നമ്മോട് പറയുകയാണ്, നിരാശപ്പെടാതെ ദൈവത്തിൻ്റെ കരം പിടിക്കുക, പ്രത്യാശയോടെ നീ മുന്നേറുക. മകളെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ സത്പേര്, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവികമായ കൃപകൾ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷ അനുഭവങ്ങളിലേക്ക് നമ്മുടെ ദൈവമായ കർത്താവ് അടുത്തേക്ക് നടന്നു വരികയാണ്. മകളെ, മറക്കരുതേ, നമുക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടിയില്ല എങ്കിലും കൊടുക്കേണ്ട സ്നേഹം നമ്മൾ കൊടുത്താൽ ദൈവം നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾക്കും വിരുദ്ധമായി കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഈശോ പറയുകയാണ്, മക്കളെ തളരരുത്, കരുത്താർജിക്കുക. ഇതാ ഞാൻ നിന്റെ അടുക്കലേക്ക് വരികയാണ്. മകളെ, നമ്മൾ എഴുതുന്ന പരീക്ഷാ ഹാളിലേക്ക്, നീ പഠിക്കുന്ന പഠന സ്ഥലങ്ങളിലേക്ക്, അധ്വാനിക്കുന്ന പണിശാലകളിലേക്ക്, നീ സഹിക്കുന്ന രോഗശയ്യകളിലേക്ക്, നിന്റെ സാമ്പത്തികമായ ഞെരുക്കത്തിലേക്ക്, വിട്ടുമാറാത്ത നിന്റെ രോഗപീഠകളിലേക്ക്, നമ്മുടെ ചെറുതും വലുതുമായ പൈശാചിക പീഡകളിലേക്ക് ഈശോ നമ്മുടെ പക്കലേക്ക് അടുത്തു വരികയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഇന്നത്തെ ഈ തിരുവചനം അനേകരിലേക്ക് എത്തിക്കുവാനായിട്ട് ഈ രാത്രിയും നാളത്തെ പ്രഭാതത്തിലും പരിശ്രമിക്കുന്ന ഓരോരുത്തരെയും, അവരിൽ കടന്നു ചെല്ലുന്ന, അവർ ഷെയർ ചെയ്യുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.